അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഖാല അൽ ബുഖാഉ അലൽ ഖതിയത്തി, ഒരാൾ ദോഷം ചെയ്തതിൻ്റെ പേരിൽ അതിനെ ഓർത്തുകൊണ്ട് ഒരാൾ കരയുക, കണ്ണീരൊലിപ്പിക്കുക, വേജാറാക്കുക, പേടിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ അതിനെ ഓർക്കുക എന്നുള്ളത് യഹുത്തുൽ ഖതായ, അവൻ്റെ ദോഷങ്ങളെല്ലാം അത് മായ്ഞ്ഞു പോകാൻ, അതെല്ലാം പൊറുക്കപ്പെടാൻ വലിയ കാരണമാകുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റി വെള്ളം പോയാൽ അത് വലിയ പ്രതിഫലമാണ്. അതിനൊരു തൗഫീക്ക് വേണം. ദോഷം ഏതായാലും ചെയ്തു പോയി, ചെയ്തതിൻ്റെ പേരിൽ ഒരു ഖേദം ഇല്ലാതാവുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് അത് വലിയൊരു ധിക്കാരമാണ്. അങ്ങനെ ഒരു ദോഷത്തിനെ ഓർത്തുകൊണ്ട്, ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഒരാൾ കണ്ണീരൊലിപ്പിച്ചാൽ അവന് കിട്ടുന്ന വലിയ പ്രതിഫലമാണ്. അവൻ്റെ ദോഷങ്ങളെല്ലാം അത് മാഞ്ഞുകളയാണ്. ഏതുപോലെ ഒരു വണങ്ങിയ മരത്തിനെ നല്ല കാറ്റ് വന്നാൽ, ഒരു വണങ്ങിയ മരത്തിൻ്റെ ഇലകൾ അല്ലെങ്കിൽ ആ മരം തന്നെ എങ്ങനെ കൊഴിഞ്ഞു വീഴുമോ അതുപോലെ തന്നെ നല്ല കാറ്റടിച്ചാൽ ആ മരം തന്നെ താഴെ വീഴുമല്ലോ. അതുപോലെ തന്നെ നല്ല ഖേദമുണ്ടെങ്കിൽ, നല്ല കരച്ചിൽ ചെയ്ത ദോഷത്തിൻ്റെ പേരിലുണ്ടെങ്കിൽ അവൻ്റെ ദോഷങ്ങളെല്ലാം അതുപോലെ മാഞ്ഞു പോവുകയാണ്. അതെല്ലാം അല്ലാഹു പൊറുക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ഒരു ഇറ്റി വെള്ളം എൻ്റെ കണ്ണിൽ നിന്ന് വരിക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിൻ സ്വദഖത്തിൻ അൽഫു ദീനാരിൻ. സുബ്ഹാനല്ലാഹ്, ഞാൻ 1000 ദീനാർ സ്വദഖ ചെയ്യുന്നതിനേക്കാൾ എനിക്കേറെ ഇഷ്ടം ഒരല്പസമയം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, ഞാൻ ചെയ്ത എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്തുകൊണ്ട്, അതെൻ്റെ റബ്ബ് ചോദിക്കുമല്ലോ എന്നുള്ള ആ വേജാരൻ്റെ മനസ്സിലിട്ട് അതിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുക, അതിൻ്റെ പേരിൽ എൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് വെള്ളം വരിക എന്നുള്ളത് 1000 ദീനാർ സ്വദഖ കൊടുക്കുന്നതിനേക്കാൾ എനിക്കേറെ ഇഷ്ടമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതെ, നാം എത്രയോ ദോഷങ്ങൾ ചെയ്യുന്നവരാണ്, എത്രയോ പാപങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ അതൊന്നും നമ്മൾ ഓർത്തുക്കുന്നില്ല. അതിങ്ങനെ ചെയ്തു, അതൊന്നും പ്രശ്നമല്ല എന്ന് നാം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതെല്ലാം അല്ലാഹുവിൻ്റെ മലായികകൾ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടില്ലേ, അതെല്ലാം നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കില്ലേ, അത് നാം ഓർക്കേണ്ടതില്ലേ? അത് ഓർക്കാതിരിക്കുക എന്നുള്ളത് വലിയ ധിക്കാരമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസം ഒരു ചെറിയ സമയമെങ്കിലും നാം ചെയ്ത ദോഷത്തിന് അല്ലാഹുവിന് ധിക്കാരം കാണിച്ച ആ നിമിഷങ്ങൾ, ആ സമയങ്ങൾ, ആ ദിവസങ്ങളെന്ന് ഓർത്ത് നാം ഇങ്ങനെ അല്ലാഹുവിലേക്ക് ഖേദം പ്രകടിപ്പിക്കുന്നവരാകണം. അത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള വിഷയമാണ്. നാം നന്നാകാനും അത് വലിയ കാരണമാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.